ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വാഴക്കൂമ്പും കൊണ്ട് നല്ല വെറൈറ്റി ആയിട്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വാഴക്കൂമ്പൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പം സാധാരണ നമ്മളിത് അപ്പോൾ നമ്മൾ തോരനൊക്കെയാണ് വെക്കുന്നത്. നല്ലൊരു മസാല കറിയായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും, അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ ഈ വാഴക്കൂമ്പ് തന്നെയൊക്കെ കറി വെക്കുമ്പം എല്ലാവർക്കും ചിലപ്പോൾ അത് ടേസ്റ്റ് പിടിച്ചില്ലെങ്കിൽ അതുകൊണ്ട് നമ്മളൊന്ന് മിക്സ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു വലിയ പൊട്ടറ്റോ നമ്മൾ ഇതുപോലെ കണ്ടോ, തീരെ പൊടിയല്ല, ഒരു ചെറിയ ഈ മുഴുപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ വാഴക്കൂമ്പ് നമ്മൾ ഈ മുഴുപ്പിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ 1 കപ്പ് ക്യാബേജും കൂടി, അതും ഒരു തീരെ പൊടിയായിട്ടല്ല കേട്ടോ, നമ്മൾ ഒരു ചെറിയ ഇതുണ്ടോ ഈ പീസിൽ ഇതുപോലെയാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വാഴക്കൂമ്പ് നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇച്ചിരി മഞ്ഞളുള്ള വെള്ളത്തിലോട്ട് വേണം ഇടാൻ. വാഴക്കൂമ്പൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല കറയായിരിക്കും, അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിനെ മഞ്ഞളിട്ട് ഇച്ചിരി വെള്ളത്തിലോട്ട് ഇടും. നമുക്ക് അതിനോട് ബാക്കി ചേർക്കാനുള്ളതൊക്കെ നമുക്ക് ഇടാൻ സമയത്ത് ഒരു 2 പച്ചമുളക്, 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളിതൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വലിയ സവോളയാണ്. നമുക്ക് ആദ്യം ഈ വാഴക്കൂമ്പ് ഒന്ന് അരിഞ്ഞൊന്ന് വെള്ളത്തിലിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പച്ചക്കറിയുടെ കൂടെ ഇത് വഴറ്റിയെടുക്കാം. നമ്മൾ ഒരുപാട് തീരെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണ്ട, ഈ മുഴുപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ അത് നമ്മൾ ചെറിയ പീസായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊരു 4 പീസായിട്ട് ഇങ്ങനെ ഈ പാകത്തിൽ ഇതുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ മുഴുപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇത്തിരി മഞ്ഞളോടെ ഇട്ട് കൊടുക്കാം. ഈ വാഴക്കൂമ്പിൻ്റെ കറയൊക്കെ ഒന്ന് ഇറങ്ങാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇത്തിരി മഞ്ഞളുള്ള വെള്ളത്തിലോട്ട് ഇതിടാം. അപ്പം ഞാൻ ഇതുപോലെ ബാക്കിയെല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ മഞ്ഞൾ വെള്ളത്തിലിട്ട് എടുക്കാം. അപ്പം വാഴക്കൂമ്പൊക്കെ നമ്മളൊന്ന് നല്ലതുപോലെ കട്ട് ചെയ്തിട്ട് മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് ഇത്. നമ്മൾ തീരെ പൊടിയായിട്ടല്ല അരിഞ്ഞ്, നമ്മൾ ക്യാബേജും പൊട്ടറ്റോ ഒക്കെ അരിഞ്ഞ് ആ അളവിൽ തന്നെയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാനൊരു കടായി ചൂടാക്കി ഒരു 2 വലിയ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വാഴക്കൂമ്പൊക്കെ കറിയാതെ അതെല്ലാം ഒന്ന് വഴന്ന് വരുന്നതുകൊണ്ട് നമുക്ക് ഇത്തിരി എണ്ണ കൂടുതൽ വേണം. 2 വലിയ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ. കടുക് പൊട്ടി വരുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ തീരെ അങ്ങ് ചതച്ചിട്ടില്ല, ഒരുവിധം ഒന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ കടുക് പൊട്ടിയ കൂടെ നമുക്ക് അത് തന്നെ ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളൊരു 2 വലിയ പച്ചമുളകായിരുന്നു അത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അതും ചേർക്കാം. സവോളയൊക്കെ നല്ലതുപോലെ ചേർക്കണം, എങ്കിൽ നമ്മുടെ കറിക്കൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മളൊരു വലിയ സവോള തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതും കൂടെ നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് വന്നിട്ട് വേണം നമുക്ക് ക്യാബേജും പൊട്ടറ്റോ ഒക്കെ ഒന്ന് ചേർക്കാൻ. അതൊന്ന് വഴന്ന് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കാം. ഉള്ളിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ ഒന്ന് വാടിയിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ കളർ ആവണ്ട, നമ്മളൊരു കുഴഞ്ഞ കറി പോലെയല്ലേ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് മൂത്ത് പോകണ്ട. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കിപ്പോൾ ഒരു വലിയ സ്പൂണ് മല്ലിപ്പൊടിയാണിത്, അത് ചേർക്കാം. കാശ്മീരി മുളക് പൊടി അതും 1 സ്പൂണ് ചേർക്കാം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി അതും കൂടിയും ചേർക്കാം. അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിളൊക്കെ ചേർക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു ചെറിയ സ്പൂണ്, നമ്മളിതിപ്പം വീട്ടിലുണ്ടാക്കിയ ഗരം മസാല തന്നെയാണ്, നമ്മൾ ആ ഗരം മസാലയാണ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഗരം മസാലയൊക്കെ കയ്യിലില്ലാത്തവരാണെങ്കിലും മീറ്റ് മസാല ചേർക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതിനേക്കാളും നമ്മൾ വീട്ടിൽ പൊടിച്ച് ചേർക്കുമായിരിക്കും നല്ലത്. ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടിയും കൂടിയും ചേർക്കാം. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയോ ക്യാബേജ്, നമ്മുടെ വാഴപ്പൂവ് എല്ലാം കൂടി ഒന്നിച്ച് ചേർത്തൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഈ വാഴപ്പൂവും കൂടിയും വെള്ളത്തിൽ നിന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇതിനകത്തോട്ട് ചേർക്കാം.
വാഴപ്പൂവൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. നമുക്ക് ആരോഗ്യത്തിന് നല്ല അസുഖക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കാം. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇത് വെജിറ്റബിളിനൊക്കെ ഒരുപാട് വേവില്ല എന്നെങ്കിൽ നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം ഇതൊന്നും ഒരു ലിഡ് വെച്ച് മൂടി നമുക്കൊരു വേവുന്ന വരെ. നമ്മുടെ പൊട്ടറ്റോ ഒക്കെ വെന്ത് വരുന്ന ആ കണക്കാകുമ്പോൾ നമ്മുടെ കറി റെഡിയാവും. നല്ലതുപോലെ ഇളക്കി ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ ഇളക്കി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒരു ലിഡ് വെച്ചൊന്ന് മൂടി വേവിക്കാം. ഇടയ്ക്കൊന്ന് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമുക്കൊരു ലിഡ് വെച്ച് മൂടി ഒന്ന് വേവിക്കാം. നമ്മുടെ കറി റെഡിയായോ എന്ന് നോക്കാം. നല്ല കറക്റ്റ് പാകമായിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ ഇത്തിരി ഒരു കുഴഞ്ഞിരിക്കണം, ഡ്രൈ ആയി പോവല്ലേ. അപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റായിട്ടൊരു ചപ്പാത്തിക്കാണെങ്കിൽ ചോറിനാണെങ്കിലും കൂട്ടാനൊക്കെ പറ്റിയ ഒരു കറിയാണ്. നല്ല പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. അപ്പം നമ്മുടെ വാഴക്കൂമ്പ് മസാല നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പം നമ്മൾ നല്ല വേറൊരു റെസിപ്പി ആയിട്ട് പിന്നെയും വരാം.